ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുകയാണ്. ഈ ഒരു ഇൻക്യുബേറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും അതേപോലെ ഇതിൻ്റെ വാല്യൂസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ബോക്സ്. ഇതിനകത്ത് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ സൈഡിലായിട്ട് ഒരു 12 വോൾട്ട് ഫാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. DC ഫാനാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ബോക്സിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൾബാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ബൾബ് ഹോൾഡറും ഈ ഒരു ബോക്സിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലായിട്ട് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ അളക്കുന്ന ആ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ ആ ഒരു സെൻസർ ഇവിടെ ആയിട്ട് നമ്മൾ ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ വേണം. അതേപോലെ തന്നെ ഒരു നമ്മുടെ ഉള്ളിൽ വെച്ച ഫാനിനും ഒരു 12 വോൾട്ട് സപ്ലൈ ആവശ്യമുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 12 വോൾട്ട് 2 ആംപിയറിൻ്റെ സപ്ലൈ ആണ്. പിന്നെ ഈ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വരുന്നത് ഈ ഒരു 12 വോൾട്ട് സപ്ലൈ നമ്മൾ ഡയറക്റ്റ് ആ ഒരു ഫാനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത് നേരെ ആ ഒരു ഫാനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഫാനിന് 12 വോൾട്ട് സപ്ലൈ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യണമെങ്കിലും 12 വോൾട്ട് സപ്ലൈയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഫാനിനും അതേപോലെ തന്നെ ഈ ഒരു ബോർഡിനും പാരലലായിട്ട് നമ്മളിത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നേരെ ഈ ഒരു ബോർഡിലേക്ക് ഇനി കൊടുക്കാനുണ്ട്. അത് ഈ ഒരു 12 വോൾട്ട് ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു പിന്നിലേക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ഒരു 12 വോൾട്ട് അഡാപ്റ്ററിൻ്റെ കണക്ഷൻസ് അത്രയേ ഉള്ളൂ. ആ ഒരു 12 വോൾട്ട് സപ്ലൈ നമ്മൾ ഫാനിനും അതേപോലെ തന്നെ ബോർഡിനും പാരലലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലേക്കും നമുക്ക് ആ ഒരു 12 വോൾട്ട് സപ്ലൈ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും K0 K1 എന്ന് പറയുന്ന 2 പിന്നുകൾ കാണാൻ പറ്റും. അതിലേക്കാണ് നമ്മുടെ ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. നമ്മൾ ആ ഒരു ഉള്ളിൽ ചൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു ബൾബിൻ്റെ കണക്ഷൻ അതിലേക്കാണ് കൊടുക്കുന്നത്. ആ ഒരു ബൾബിൽ നിന്ന് വരുന്ന 2 വയറുകളാണിത്. അതിൽ ഒരു വയർ നമ്മൾ നേരെ കറണ്ടിലേക്ക് കൊടുക്കുക. മറ്റേ ആ ഒരു വയർ വരുന്നത് അത് നമ്മൾ ആ ഒരു വയറിൻ്റെ ഇതേപോലെ തന്നെ അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു K0 K1 എന്ന് പറയുന്ന ഈ ഒരു പിന്നിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു വയർ നമ്മൾ നേരെ കറണ്ടിലേക്ക് കൊടുക്കുക. മറ്റേ ആ ഒരു വയർ, ബാക്കിയുള്ള ആ ഒരു വയർ അവിടെ കട്ട് ചെയ്ത് ആ ഒരു K0 K1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ കണക്ഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബൾബിൻ്റെ ഈ ഒരു വയറും അതേപോലെ തന്നെ അഡാപ്റ്ററും ഒരേ ടൈമിൽ പവർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് രണ്ടും വർക്ക് ചെയ്താലേ നമ്മുടെ ബോർഡും അതേപോലെ ബൾബും കറക്റ്റായിട്ട് ഈ ഒരു ഇൻക്യുബേറ്ററിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഈ ഒരു അഡാപ്റ്ററും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബൾബിൽ നിന്ന് വരുന്ന ആ ഒരു വയറും അത് നമ്മൾ ഒരു സെയിം പ്ലഗിൽ അല്ലെങ്കിൽ സെയിം ടൈമിൽ രണ്ടിലും പവർ എത്തണം. എന്നാലേ നമ്മളിത് കറക്റ്റായിട്ട് വർക്കാവുകയുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിരുന്നു. ആ ഒരു സെൻസറിൻ്റെ വയർ നമ്മൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യാനുള്ള പിന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ ആ ഒരു സെൻസർ നമ്മൾ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ഉള്ളിലെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതാണ് നമുക്ക് അളക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ വയർ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാണ്ട് അത്രയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഫുള്ള് വയറിങ് വർക്കുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വയറിങ് വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു തെർമോസ്റ്റാറ്റിൽ കുറച്ച് വാല്യൂസ് സെറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മുടെ 12 വോൾട്ട് പവർ സപ്ലൈ പ്ലഗ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് പ്ലഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സപ്ലൈയിൽ നിന്നാണ് നമുക്ക് ഫാനിലേക്കും കറണ്ട് പോകുന്നത്. ഇവിടെ ഫാനും ബോർഡും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ബൾബിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്ക് ആ ഒരു ബോർഡിൽ കുറച്ച് വാല്യൂസ് സെറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു വാല്യൂസ് ആദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ റൂം ടെമ്പറേച്ചറാണ് 28.8 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു
നിങ്ങൾക്കിവിടെ 37.5 എന്ന് കാണാം. അത് നമ്മുടെ ഈ ഒരു ബൾബ് എപ്പോഴാണോ ഓഫ് ആവേണ്ടത്, അതായത് ബോക്സിൻ്റെ അകത്ത് എത്ര ടെമ്പറേച്ചർ ആകുമ്പോഴാണ് ബൾബ് ഓഫ് ആവേണ്ടത് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കൂട്ടാനും കുറക്കാനും ഒക്കെ കഴിയും. നമുക്കിവിടെ 37.5 തന്നെ ആ ഒരു ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാം. അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി അത് ഈ ഒരു ബോർഡിൽ സേവ് ആവുന്നതാണ്. ഇപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു സെറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് വാല്യൂസ് കൂടി നമുക്കിതിൽ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റിങ്സിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ P0 എന്നുള്ളത് കാണാൻ പറ്റും. P0യിൽ ഹീറ്റും അതേപോലെ കൂളും ഉണ്ട്. നമ്മൾ ഈ ഒരു ബോഡി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഹീറ്റിലാണ്. അപ്പോൾ ഈ ഹീറ്റിൽ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് P1 എന്നുള്ളതാണ്. ഈ ഒരു ബട്ടൺ നിൽക്കുമ്പോൾ P1ലേക്ക് പോകും. അതിൽ സെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് ആവും. ഈ ഒരു 2 എന്നുള്ള ഒരു സംഖ്യ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 37.5 ബൾബ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണോ ഓൺ ആവേണ്ടത്, അതായത് ഇപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ഡിഗ്രി ടെമ്പറേച്ചർ താന്ന് കഴിഞ്ഞാലാണ് ബൾബ് ഓഫ് ആവുക, അല്ല ഓൺ ആവുക, ബൾബ് പിന്നീട് ഓൺ ആവുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വാല്യൂ കുറക്കാനും കൂട്ടാനും ഒക്കെ കഴിയും. നമ്മളിവിടെ 2 കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 35.5 നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് P1 കഴിഞ്ഞ് കഴിഞ്ഞ് P2 നമ്മുടെ മാക്സിമം ടെമ്പറേച്ചർ, ഇതിൽ വരുന്ന മാക്സിമം ടെമ്പറേച്ചർ നമ്മളൊരു 40 or 39 കൊടുക്കുക, അത് സെറ്റ് ചെയ്യുക. അതേപോലെ പിന്നെ വരുന്നത് P3 എന്നുള്ളതാണ്. അത് നമ്മൾ 34 ആണ് കൊടുത്തിട്ടുള്ളത്, അത് 34 തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് P4 0 ആണ്. അതിലൊന്നും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, അത് 0 തന്നെ ആക്കുക. അതേപോലെ തന്നെ P5 നോക്കുക, P5 0 ആണ്, അത് 0 തന്നെ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ P6 ഇത് ഓണും ഓഫും ആക്കാൻ പറ്റും, ഇത് ഓഫിലാവണം, എന്നാലേ നമ്മളിത് വർക്കാവുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോർഡിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ വർക്കിംഗ്, ഇത് എത്രത്തോളം നമ്മൾ കൊടുത്ത വാല്യൂസിലൊക്കെ ഇത് ബൾബ് ഓഫ് ആവുന്നുണ്ടോ ഓൺ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും, അതായത് പവർ സപ്ലൈയും ബൾബിൻ്റെ കണക്ഷനും ഒരേ ടൈമിൽ പവർ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ബൾബ് ഓൺ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ തെർമോസ്റ്റാറ്റും ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തിട്ടുള്ളത് 37.5 ആവുമ്പോൾ ബൾബ് ഓഫ് ആവുകയും അതേപോലെ തന്നെ 35.5 ആവുമ്പോൾ നമ്മുടെ ബൾബ് വീണ്ടും ഓൺ ആവുകയും എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ബോക്സ് നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ബൾബ് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഏകദേശം 37.5 അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബൾബ് ഓഫ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബൾബ് ഓഫ് ആയിട്ടുണ്ട്. ഈ ഒരു ബോർഡിലൊരു ലൈറ്റ് ഉണ്ട്, അത് ഓഫ് ആവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബോക്സ് തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ബൾബ് ഓഫ് ആയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 37.5 ടെമ്പറേച്ചർ ആയപ്പോൾ നമ്മുടെ ഈ ഒരു ബൾബ് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 35.5 ആവുമ്പോൾ ഈ ഒരു ബൾബ് ഓൺ ആവുന്നതും നോക്കാം. ഇപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ 35.5 ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ബൾബ് ഓൺ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ നമ്മൾ വിചാരിച്ച രീതിയിൽ വർക്കിംഗ് ആണ്. ഇനി നമുക്കിതിൽ എഗ്ഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതിലൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ദിവസവും 2 നേരം തിരിച്ചും മറിച്ചും വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത്രയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മുട്ട വെച്ചിട്ട് ഏകദേശം 20 ദിവസത്തോളം കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പൊട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന കോഴിക്കുട്ടികളെല്ലാം നമ്മൾ ആ ഒരു ഇൻക്യുബേറ്റർ വെച്ച് വിരിയിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു കോഴികളെ എല്ലാം നമ്മൾ ആ ഒരു ഇൻക്യുബേറ്റർ യൂസ് ചെയ്തിട്ടാണ്
വിരിയിപ്പിച്ചെടുത്തത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.